വെട്ടിയതുകൊണ്ട് നാട് വിടേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? തമാശ പറഞ്ഞതല്ല. എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അതായത് എന്റെ വീട്ടിൽ തന്നെ എന്നെ നന്നായി കളിയാക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് മുടി വെട്ടിക്കൊള്ളായപ്പോ നേരെ ഞാൻ വിട്ടു നാട്. എങ്ങോട്ട്? കോഴിക്കോട്ടോട്ട്. എന്റെ വീട്ടിലാണെങ്കിൽ ഒരു ടോപ്പിക് ഒരു 3-4 ദിവസമേ നിൽക്കുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചു വരാന്ന് വിചാരിച്ചു വേഗം ജനറൽ കയറി പോയതാ. അവിടെയാണ് എനിക്ക് പണി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായത്. അത് നല്ല തിരക്കുണ്ടായിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് സീറ്റ് കിട്ടി. പിന്നെ രാവിലെ തന്നെ സ്റ്റേഷനിൽ എന്റെ പിള്ളേർ എന്നെ വന്ന് പിക്ക് ചെയ്തു. പിന്നെ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ എന്റെ എല്ലാ കോമാളിത്തരത്തിനും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചധികം കൂട്ടുകാരെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ വ്ളോഗൊക്കെ കണ്ടിട്ട് മൃദുലേ നിങ്ങളുടെ മകളെ എല്ലായിടത്തും നല്ല തിന്നാനാണല്ലോ പോണെന്നൊക്കെ ചോദിച്ചു എന്റെ അമ്മേനെ മാനസികമായി കുറെ പേര് പീഡിപ്പിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്തുവാടേ നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല? ബൈ ദ വൈ ഇന്ന് നമ്മുടെ മെയിൻ ഇവന്റ് എന്ന് പറയുന്നത് ഇവളുടെ മൂക്കുകുത്താണ്. ഞാൻ വിചാരിച്ചു എനിക്കൊരു വ്ളോഗിനുള്ള കണ്ടന്റ് ഒക്കെ ഉണ്ടാവുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവള് സിമ്പിൾ ആയിട്ട് ഇരുന്നു. ആ ചേട്ടൻ സിമ്പിളായി കുത്തി. പക്ഷെ ചോര കണ്ടപ്പോ എനിക്ക് തല കറങ്ങി. മനസ്സിനോ കട്ടില്ല എന്ന് ശരീരത്തിന് ഇത്തിരി കട്ടി വരുത്താന്ന് പറഞ്ഞിട്ട് കുറച്ച് ജിം എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ വേണ്ടി ഡെക്കാത്തലോണ് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടില്ല.